ഹലോ ഹായ് നമസ്തേ നമസ്കാരം. എൻ്റെ പേര് ദീപ കെ കക്കോത്ത്. എൻ്റെ ചാനലിൻ്റെ പേര് കാക്കോത്തിയിലെ ചിരിവീട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു തരം രീതിയിലാണ് പൊരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചക്കയുടെ ഇതെങ്ങനെ 2 കഷ്ണാക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്ത് ചെറുതാക്കണം. ചെറിയതായിട്ട് കട്ട് ചെയ്യണം, ചെറുതായിട്ട്. അപ്പം നമുക്കിത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മൾ ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തു, കണ്ടില്ലേ? ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇത് വേറെ രീതിയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം, മീൻസ് ബാറ്റർ തയ്യാറാക്കാം, പൊരിക്കാൻ വേണ്ടി, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി മാവ് തയ്യാറാക്കണം. അപ്പോൾ കുറച്ച് മൈദപ്പൊടി, കുറച്ച് മതി. ഞാൻ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് എടുക്കുന്നത്. ഇനി അതിന് കറക്റ്റായിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ശർക്കര നല്ലോണം പൊടിച്ചതാണ്. അപ്പോൾ ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണ്ടിയില്ലേ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നല്ലോണം ലൂസാവണം. ഇനി ഇതിൽ ശകലം മഞ്ഞൾപ്പൊടി ഇടാം, ഒരു കളറിന് വേണ്ടിയിട്ട്. ശകലം മഞ്ഞൾപ്പൊടി. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഈ മാവിൽ കട്ട് ചെയ്ത് വെച്ച ചക്ക ഇടണം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്കയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് ഇടുന്നുണ്ട് കേട്ടോ, കുറച്ചായിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. കണ്ടില്ലേ? എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് അല്ലേ മാവ് ചക്കക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിട്ടോ, അത് കുറച്ചായിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് കുറച്ച് മതി കേട്ടോ, കുറച്ചായിട്ട് ദൂരെ വെക്കണം. ഇന്ത്യയിൽ അടുത്തടുത്തുണ്ടേ, ഇത് ദൂരെ മാറി ഇട്ട് കൊടുക്കാം.
നല്ല രീതിയിൽ മൊരിഞ്ഞു വരട്ടെ. നമുക്കത് തിരിച്ച് രണ്ട് ഭാഗത്തും ഫ്രൈ ആവണമല്ലോ. അപ്പം ഇച്ചിരി ഫ്ലെയിം കുറക്കാം. യെസ്, രണ്ട് ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചക്ക അത് രണ്ട് ഭാഗവും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് നമുക്ക് കാണാം, എടുക്കാം കേട്ടോ. ഇത് നല്ല രീതിയിൽ രണ്ട് ഭാഗമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലോട്ട് ഇട്ടു. ഇനി എന്നത് രണ്ട് ഭാഗവും നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഓഫ് ചെയ്തു. കണ്ടില്ലേ? കണ്ടോ കണ്ടോ, നല്ല ഫ്രൈ ആയിട്ട്. വേറെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ, വേറെ തന്നെ ഒരു ഡിസൈൻ കാണില്ലേ? നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്നോ? ആദ്യം നമ്മൾ ഒക്കെ നല്ല ചൂടാണ് കേട്ടോ. ശകലം ഒന്ന് തണിഞ്ഞിട്ട് വേണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പം നമ്മുടെ ചക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വരിക്കച്ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാവിൽ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തതാണ്. ഒരു വേറെ തന്നെ ഡിസൈൻ ഉണ്ട് കാണാൻ. ഇതണ്ടില്ലേ? നോക്കിയേ, വേറെ തന്നെ ഡിസൈൻ ഉണ്ട് ചക്കയുടെ ചെറുതായി കട്ട് ചെയ്തതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ചൂടുണ്ട്, ചൂട് തന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ, ഇല്ലേ പല്ലിന് കേടാ. അപ്പോൾ എന്താണ്, ഓക്കെ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ നല്ല വരിക്കച്ചക്ക? ഉണ്ടോ? ഇതുപോലെ തയ്യാറാക്കാറുണ്ടോ? ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ദീപ കെ കാക്കോ, എൻ്റെ ചാനലിൻ്റെ പേര് കാക്കോത്തിലെ ചിരിവീട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ.